ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് കാണുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്. ഇത് കാടത്തമാണ്. ഒരു കാടന്മാരെ കൊണ്ട് മാത്രം ചെയ്യാനൊക്കുന്ന ഒരു സംഭവമാണ്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഈ സംഭവമുണ്ടായി, ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി. അതിനുശേഷം CPM നേതാക്കന്മാരൊക്കെ നടത്തുന്ന പ്രതികരണം കാണുമ്പോൾ ഒരു കാര്യം പിണറായി വിജയനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ സമീപകാലത്ത് നേപ്പാളിലുണ്ടായ സംഭവ വികാസങ്ങൾ മറക്കരുത്. ജനങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ നിലയിലേക്ക്, ആ മാനസികാവസ്ഥയിലേക്ക് പലപ്പോഴും രക്തം തിളക്കുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിലേക്ക് കേരള ജനത, ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള ജനതയും പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കരുത്. ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം. മൊത്തത്തിൽ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ജനം പൊറുതിമുട്ടിരിക്കുകയാണ്. ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് എനിക്ക് ആശങ്കയുണ്ട്. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന, നേപ്പാൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയാണ് എനിക്കുള്ളത്. ഇതിലെല്ലാം ഒരു കാര്യം വസ്തുതയുണ്ടല്ലോ, അവിടെ കട്ടു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആരൊക്കെ ചേർന്നാണ് കട്ടത്, ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി പറയുന്നത് ഗൂഢാലോചനയാണെന്ന്. 2019 ഗൂഢാലോചന നടത്തി 2025 അയ്യപ്പ സംഗമം, ആഗോള സംഗമം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ബാലിശ്യമായ പ്രതികരണം ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുകയാണ്. എനിക്കൊരു കാര്യമുള്ളൂ, ഇന്നിപ്പോ പത്മകുമാറിനെ അടക്കം ഭരണസമിതിയെ പ്രതികളാക്കിയിരിക്കുന്നത്. ഈ 3 ദിവസം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അവര് സോഷ്യൽ മീഡിയയെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇത് INTUCയുടെ നേതാക്കന്മാർ, ചില മാധ്യമങ്ങൾ പോലും ചർച്ച നടത്തുന്ന ഞാൻ കേട്ടു. INTUCയുടെ നേതാക്കന്മാർ കട്ടു എന്നാണ് പറഞ്ഞത്. അന്നേ ഞാൻ വിചാരിച്ചു, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, ആ വാസവൻ മന്ത്രിയായിരിക്കുമ്പോൾ INTUCയുടെ നേതാക്കന്മാർക്ക് യഥേഷ്ടം കക്കാമെങ്കിൽ ഇവരൊക്കെ വേറെ പണിക്കാ പോകേണ്ടത്. ഈ ഭരണമെന്ന് പറഞ്ഞ് പറ്റത്തില്ല. അന്നേരം ഓരോ ദിവസം കഴിയും തോറും ദുരൂഹത വർദ്ധിക്കുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞത്, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് പറയേണ്ടി വന്നു എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ രക്ഷയ്ക്ക് എത്തുന്നതെന്ന്. സുരേഷല്ലേ പറഞ്ഞത്. സുരേഷ് പറഞ്ഞ് എപ്പോഴൊക്കെ പിണറായി വിജയൻ പ്രതിസന്ധിയിലായാലും അന്നേരം ED വരും, ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ED വരുമെന്ന് പറയുന്നു. ഇപ്പോഴും അതിന് സമാനമായ നിലയിൽ ED വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ED വരുന്നത് പിണറായി വിജയന് സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ. മാത്രവുമല്ല, ഇതിന്റെ മുൻപ് കാലങ്ങളിൽ ED വന്നു, അന്നേരം ഒരു ഇരയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടയാണ്. ഇരയുടെ പരിവേഷത്തോടുകൂടി പിണറായി വിജയൻ ജനങ്ങളെ സമീപിക്കുന്നു. പലർക്കും സിമ്പതി തോന്നുന്നു, പിണറായിക്ക് അനുകൂലമായി തോന്നുന്നു. ഈ നാടകം ഇനിയും കേരളത്തിൽ നടക്കത്തില്ല. എന്തിനാണ് പിണറായി വിജയൻ അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടത് എന്നുള്ള ഒരു വിശദീകരണം പോലും തരാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഈ നാടകം എല്ലാം, അതിനോടൊപ്പം മകന്റെ 2.5 വർഷക്കാലമായി പൂഴ്ത്തിവെച്ച EDയുടെ സമൻസും എല്ലാം കേരളത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങൾ ആരും ഇതുവരെ ചർച്ച ചെയ്തില്ല. നിങ്ങളുടെ ആര് പറഞ്ഞ് ചർച്ച ചെയ്യുന്നെന്ന്? വരട്ടെ. അങ്ങനെ ഒരു സാഹചര്യം വന്നാലേ എന്റെ അഭിപ്രായം പറയാം. അപ്പുറത്ത് അവര് നിൽക്കുന്നു, ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നു. അന്നേരം അവരിങ്ങോട്ട് വരണമെന്ന് അവരൊരു താല്പര്യം പ്രകടിപ്പിച്ചാലേ നമുക്ക് അഭിപ്രായം പറയാനൊക്കത്തുള്ളൂ. ഇല്ലാത്തടത്തോളം നമ്മളിത് വെറുതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസിന്റെ ബേസ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധ വോട്ടാണ്. അത് അവര് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കടലാസിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് കൂടെ ചെല്ലുമ്പോൾ, അവരുടെ വോട്ട് ബേസ് കൂടെ ചെല്ലുമ്പോൾ, LDFനോടൊപ്പം ചെല്ലുമ്പം അവർ വൻ ശക്തിയാകേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് ഫ്രാൻസിസ് ജോർജ് 1 ലക്ഷത്തിലേറെ വോട്ടിന് അവിടെ ജയിച്ചത്? അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ബേസ് കോർ വോട്ടേഴ്സിൽ നിന്ന് അകന്നാണ് അവർ നിൽക്കുന്നത്. അവർ നിലപാട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നിലപാട് എടുക്കുകയാണെങ്കിൽ അന്നേരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയാം. അല്ല, അവരിത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും. അല്ലാതെ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പൊ എന്തിനാ അഭിപ്രായം പറയുന്നത്?
അത് എന്റെ തെളിവല്ലേ ഞാൻ പറഞ്ഞ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഉജ്ജ്വലമായ വിജയം. കേരള കോൺഗ്രസ് മാണി സാറിന്റെ പാർട്ടിക്ക് ആ പ്രദേശത്തൊക്കെ നിർണായക ശക്തി ഉണ്ടെന്നാണല്ലോ, അതൊരു യാഥാർത്ഥ്യമായിരുന്നല്ലോ. പക്ഷെ ഇന്നിപ്പോ ആ ശക്തി എവിടത്തോളം ക്ഷയിച്ചു എന്നുള്ളതിന്റെ തെളിവല്ലേ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത്. അന്നേരം അവർക്ക് കുറച്ച് അവരുടെ കമ്മിറ്റികളോ പാർട്ടിയോ അപ്പുറത്തോട്ട് പോയി അവരുടെ അനുഭാവി, അവരുടെ വോട്ടേഴ്സായിട്ടുണ്ടായിരുന്ന അനുഭാവികളെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ പാർട്ടി നശീകരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. അത് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. കിട്ടുന്നുണ്ട്. അവരാണ് തീരുമാനം എടുക്കേണ്ടത്. അവർ സ്വയം നശിക്കണോ വേണ്ട എന്ന് അവർ തീരുമാനിക്കട്ടെ.